എന്താണ് ഈ പൈശാചിക ശക്തികളുടെ ബഹിഷ്കരണം എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താ, ഇതിനെക്കുറിച്ച് അല്പം നേരം ഒന്ന് പഠിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ബൈബിള് പഠിക്കുമ്പോൾ, തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നാം കാണുന്ന ഒരു സത്യമാണ് ദുഷ്ടാരൂപികളുടെ സാന്നിധ്യം. പൈശാചിക അരൂപികൾ എന്നൊരു തലം, അരൂപികളുടെ തലം, അത് വലിയൊരു തലം. പൈശാചികകൾ മാർപ്പാപ്പമാർ, പ്രത്യേകിച്ച് പോൾ 6 മാർപ്പാപ്പയും, അതുപോലെ തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പയും, അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദുഷ്ടാരൂപികളുണ്ടെന്ന്. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്ക് 2015 മാർപ്പാപ്പ നൽകിയ ഒരു വലിയ, ആദ്യം മാർപ്പാപ്പ ആയ ആ നാളുകളിൽ തന്നെ മാർപ്പാപ്പ പറയുന്ന ഒരു വലിയൊരു പ്രബോധനമുണ്ട്. അതായത് എക്സോർസിസ്റ്റ് ആയിട്ടുള്ള വൈദികർക്ക് വേണ്ടി വത്തിക്കാനിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നു. അപ്പോൾ അതിൽ വെച്ചാണ് മാർപ്പാപ്പ വ്യക്തമായിട്ട് ജനത്തോട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ് പഠിപ്പിച്ചത്, അതായത് പൈശാചിക അരൂപികൾ ലോകത്തുണ്ട്, ആ ഒരു തലമുണ്ട്, അരൂപികളുണ്ട്. രണ്ടാമത് പറയും, ഈ അരൂപികളില്ല എന്ന് ആരെങ്കിലും പഠിപ്പിക്കുകയോ പറയുകയോ ചെയ്താൽ ആ വ്യക്തിയിൽ പൈശാചിക അരൂപികൾ. മൂന്നാമത് പറയാണ്, ഈ അരൂപികള് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. ദൈവകൽപ്പനകൾക്കെതിരെ നീങ്ങാൻ, ദൈവിക സംവിധാനങ്ങൾക്കെതിരെ നീങ്ങാൻ അവൻ ശക്തമായ പ്രയർ, അവൻ അനുസരണം, സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ് ആണ്. അതാണ് എഫേസ്യസ് 2:2 പറയുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അച്ഛൻ അന്തരീക്ഷത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷത്തെ ബന്ധിച്ച് അന്തരീക്ഷ ശക്തികളുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയാണ് അനുസരണക്കേട്. അനുസരിക്കില്ല. ചില കുടുംബങ്ങൾ, ചില കുഞ്ഞുങ്ങൾ അപ്പനമ്മയെ അനുസരിക്കത്തില്ല, അവരുടെ മാതാപിതാക്കൾ മക്കളെ അനുസരിക്കത്തില്ല, ഭാര്യ ഭർത്താവിനെ അനുസരിക്കത്തില്ല, ഭർത്താവ് ഭാര്യയെ അനുസരിക്കത്തില്ല. പരസ്പരം അത് അനുസരണക്കേണ്ട സ്പിരിറ്റാണത്. വീട് മുഴുവൻ കയറി പിടിക്കും. അപ്പൻ അമ്മയെ അനുസരിക്കത്തില്ല, മക്കളെ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, സഭയെ അനുസരിക്കും. ഡിസോർഡറാണ്, ആ സ്പിരിറ്റാണ്. ചിലതുകൊണ്ട് സ്പിരിറ്റാണ്. അതെല്ലാവരും ബുദ്ധിയിലല്ല എടുത്തു, എല്ലാവരും ഇന്ന് പഠിച്ച് അവൻ്റെ പഠനം തന്നെ അവന് ബന്ധനത്തിലാക്കി തീർക്കും. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എഫെസോസ് ലേഖനത്തിന്റെ 4:17, 18, 19, 20 വചനമുണ്ട്. അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൂടും. ആ വചനം എനിക്ക് കൃത്യമായിട്ട് വായിക്കാം, ശ്രദ്ധിക്കണം. വലിയൊരു വചനമാണ്. ബുദ്ധിയിലെ അന്ധകാരം, യുക്തിചിന്തകൾ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എഫെസോസ് 4:17, 18, 19, 20 വചനമാണ്. കർത്താവ് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ആകരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകാനായിട്ട് ശക്തമായ പ്രേരണ പിശാച് കൊടുക്കും. അവൻ്റെ കാരണം എന്താ? ബൈബിൾ അത് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2 ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതായത് ജ്ഞാനത്തിന്റെ പുസ്തകം 2:23-24. ദൈവം മനുഷ്യനെ, ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും, മനുഷ്യനോട് ഭയങ്കരമായ അസൂയുള്ളവനാണ് പിശാച്. അപ്പം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കണ്ടിട്ട്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് കണ്ടിട്ട്, ദൈവമക്കളെ സൃഷ്ടിച്ചത് കണ്ടിട്ട് തീരാത്ത അസൂയ നിറഞ്ഞ ദുഷ്ടാരൂപിയാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
അതായത് മനുഷ്യന്റെ വളർച്ച, ആത്മീയ വളർച്ച, വിശ്വാസം, ദൈവബന്ധം ശരിക്കും കാണാൻ പറ്റും. പിശാസും പറുദീസയിൽ കയറി ചെന്നിട്ട് മനുഷ്യനെ ദൈവബന്ധത്തിൽ നിന്ന് അകറ്റുന്നു, ദൈവകൽപ്പന ലംഘിക്കുവാൻ പ്രേരണ കൊടുത്ത്. കാരണം എന്താ? അവൻ്റെ അസൂയ നോക്കിയപ്പോൾ അവനും ദൈവവും തമ്മിലൊരു എന്തൊരു സ്നേഹത്തിൽ പറുദീസ അനുഭവിച്ചാൽ ദൈവവുമായിട്ട് ഒരുമിച്ച് സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ആദവും ഹവ്വായും ദൈവത്തോട് കൂടെ കഴിയുന്നത് കണ്ടിട്ട് അത് തകർക്കാനായിട്ട് കയറി വരുന്ന ഒരു തിന്മയുടെ ശക്തി, അത് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ കയറി വരുന്ന പിശാചിന് പ്രത്യേകത. അവൻ കള്ളനാ. യോഹന്നാൻ 8:44 പറയും അവൻ നുണയനും നുണയന്റെ പിതാവുമാണ്. അപ്പോൾ അവന്റെ സ്വഭാവം എന്താ? ഒരിക്കലും അവൻ അവന്റെ യഥാർത്ഥ രൂപത്തിൽ വരുന്നില്ല. അവൻ മാലാഖയായിരുന്നു. മാലാഖയുടെ രൂപത്തിലല്ല അവൻ അവിടെ വരുന്നത് സർപ്പത്തിന്റെ രൂപത്തിലാണ്. സർപ്പത്തിന്റെ രൂപത്തിലാണ്, പാമ്പിന്റെ രൂപത്തിലാണ് വരുന്നത്. ഡിസ്ഗൈസ്ഡ് ഫോം. ഒരിക്കലും സാത്താൻ അവന്റെ രൂപത്തിൽ വരികയല്ലെന്ന് പറഞ്ഞു. കാരണം കള്ളനാണവൻ. അവന്റെ ഒറിജിനൽ രൂപം ഒരിക്കലും കാണിക്കില്ല. അപ്പം അതുകൊണ്ട് അവന് മറ്റു പലരുടെയും വേഷം ധരിച്ചുകൊണ്ട് അവൻ വരുള്ളൂ. വേറെ രൂപത്തിൽ വരുള്ളൂ. അത് അപ്പൻ്റെ രൂപത്തിൽ വരാം, അമ്മയുടെ രൂപത്തിൽ വരാം, അധ്യാപകരുടെ രൂപത്തിൽ വരാം, നാട്ടുകാരുടെ രൂപത്തിൽ വരാം, കൂട്ടുകാരുടെ രൂപത്തിൽ വരാം, ഫ്രണ്ടായിട്ട് വരാം, ആരുടെ രൂപത്തിലും വരാം. പക്ഷേ ഇത് വരുമ്പോൾ തിരിച്ചറിയാൻ ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് ഉണ്ട്. അതിന് തിരിച്ചറിയാൻ ഒരു അഭിഷേകമുണ്ട്, അത് വരവുണ്ട്. അത് 1 കൊരിന്ത്യർ 12:10 പറയും ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം എന്നൊരു വരം. ആത്മാക്കളെ വിവേചിച്ചറിയാൻ ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്. ഡിസേൺമെന്റ് വരം ഉണ്ടെങ്കിൽ മാത്രമേ ഇവനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവന്റെ കെണിയിൽപ്പെടും, ഇവന്റെ ഉപദേശത്തിൽപ്പെടും. അത് ആരുടെ കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിൽ പോലും വരും, ആരുടെ രൂപത്തിൽ വേണം വരും. ഇതാണ് തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനം. അത് കൂട്ടുകാരുടെ രൂപത്തിൽ, അധ്യാപകരുടെ രൂപത്തിൽ ഒക്കെ വരാം. ആരുടെ രൂപത്തിൽ വേണമെങ്കിലും വരാം, ആരുടെ രൂപത്തിൽ. അതെന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് തിരിച്ചറിയണം. അടുത്ത വചനം 2 കൊരിന്ത്യർ 12:13-14. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചു വരിക. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളുണ്ടായ ഏറ്റവും രസകരമായ അനുഭവം പറയുക. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കത്തോലിക്കൻ, ഒരു ക്രിസ്ത്യാനിയ മനുഷ്യനാണ്, മലയാളിയാണ് കേട്ടോ. അപ്പം അവൻ എൻ്റെ അടുത്തൊരു ഒന്നാമതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മന്ത്രവാദിക്ക് ഒരു 65 രൂപ. പുള്ളി ഇങ്ങനെ ജ്യോത്സ്യൻ പ്രവർത്തനവും മന്ത്രവാദ പ്രവർത്തനവും പൈശാചിക പ്രവർത്തനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് പേര്. അപ്പോൾ അവസാനം ഇവന് പണി കിട്ടി. ഈ മന്ത്രവാദം പിശാചിനെ ഉപയോഗിച്ചാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ദുഷ്ടാരൂപി ഉപയോഗിച്ചുകൊണ്ടാണ്. പിശാചിൻ്റെ ആൾക്കാരാണല്ലോ. പിശാച് ലോകത്തിൽ അവൻ്റെ സേവകരായിട്ട് കുറേ പേരെ ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷിക്കണം. നമ്മുടെ ഈശോ പറഞ്ഞ് ഈ നാട്ടിൽ ഒത്തിരി പേര് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ചില പ്രത്യേക വചനം വെച്ച് ബന്ധിക്കുമ്പോൾ പെട്ടെന്ന് ഡെലിവറീസ് ഉണ്ടാവും ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. കാരണം വെച്ചാൽ അന്ധവിശ്വാസം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടങ്ങൾ, രാഹുകാല നോട്ടങ്ങൾ, സമയനോട്ടങ്ങൾ, സത്താൻ്റെ വിഗ്രഹ ആരാധനകൾ, പൈശാചിക ആരാധന, ബ്ലാക്ക് മാസ്, ഓജവോ, ഇങ്ങനെ സൈറ്റൻ വർഷിപ്പുകൾ, സാത്താനെ ആരാധിക്കുന്ന വഴികൾ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അത് തലയൊക്കെ വെക്കുമ്പോൾ അറിയാം. ഇത്തരം ആളുകൾ തലയെ കൈവച്ച് കുരിശ് വരയ്ക്കുമ്പോൾ കാണുമെങ്കിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഈശോയുടെ നാമത്തിൽ ഇന്ന വചനം വെച്ച് ബന്ധിക്കും. നിങ്ങൾ ചുമ്മാ കൈക്ക് തൊടുന്നു ഇല്ലെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ബോധം കെട്ടുകയും സ്പിരിറ്റും കിട്ടുകയെ. ശബ്ദമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആ സമയത്ത് ഒരു രോഗപീഠയൊക്കെ വിട്ടുപോകും, പൈശാചിക ബന്ധനമൊക്കെ കഴിഞ്ഞു പോകും. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞ മക്കളൊന്ന് ചേർന്ന് പോരാ ഒറ്റ വിളിച്ച് ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ ഹല്ലേലൂയ സ്തുതിച്ചേ പോരാ. ഉണർന്ന് അമ്മേ. ഞാൻ പറഞ്ഞു വന്നത് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. ഈ മനുഷ്യനെ കൊണ്ട് ഒരു കത്തോലിക്കൻ മിക്കവാറും ഇവനവിടെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നവനായിരിക്കും. അല്ലെ പിന്നെ അവനെങ്ങനെ ഇവനായിട്ട് പരിചയം എങ്ങനെ? അപ്പോൾ ഈ മനുഷ്യനെയും കൊണ്ട് വരിക 60-60 വയസ്സുള്ള പ്രായമുള്ള മനുഷ്യനെയും കൊണ്ട് വരിക. ഈ മന്ത്രവാദി തമിഴിനും പുള്ളിക്ക് മലയാളം എന്ന് പറഞ്ഞുകൂടെ. ഇയാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വ്യക്തി ഒരു മന്ത്രവാദിയാണ്, പക്ഷേ ഈ പുള്ളിക്ക് രോഗിയായി തീർന്നു, മൊത്തം പ്രശ്നത്തിൽ അച്ഛൻ പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ മനുഷ്യൻ്റെ തലയോട്ട് കുരിശിങ്ങ് വരയ്ക്കുമ്പം ഈ മനുഷ്യൻ ബോധം കെട്ട് താഴോട്ടുണ്ട്. ഈ മത്സ്യത്തെ, മീനിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരക്കിട്ട് കഴിയുമ്പോൾ പെട്ടക്കിയല്ലേ കിടന്നു.
എന്ന് പറഞ്ഞ പോലെ എൻ്റെ മുറിക്കകത്ത് കയറി മനുഷ്യൻ പെട്ടയ്ക്കുമ്പോൾ ഓരോ പെട്ടയ്ക്കുമ്പോഴും ഓരോ തിന്മയുടെ അരൂപികൾ ഇങ്ങനെ, ഇത് അരൂപിയുടെ തല ഒട്ടച്ചു, ഇത് ദേഹത്ത് വിട്ടുപോവുകയാണ്. പൈശാചികത്തിൻ്റെ കുഷ്ഠം ഇതിൽ പ്രത്യേകത കാലൊക്കെ വ്രണമോ മനുഷ്യർക്ക്. ഈ കൊണ്ടുകൂടോത്രങ്ങളും ഈ ഇതിനുവേണ്ടി പോകുന്ന ആളുകളല്ലാതെ ഇതിന് പുറകെ പോകുന്ന മുഴുവൻ ആളുകളുടെ അവസാനം ഇങ്ങനെ ഇത് പൈശാചികത്തെയോ അത് നശിപ്പിക്കും. മുഴുവൻ മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ കാലും വ്രണമോ ബന്ധിച്ച് ഇങ്ങനെ പെട്ടച്ച് പിടിച്ച് പൈശാചികത്തെ ശരീരത്തിൽ ഇറങ്ങിപ്പോവുക. കുറേ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ കൊണ്ടുപോക്കോളാം, ഞാൻ പറഞ്ഞു പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം പറഞ്ഞുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ പറഞ്ഞു വിട്ടിയാണ്. ശ്രമപ്പെടുത്തി പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബന്ധനാടിയട്ടെ കരങ്ങൾ ഉയർത്തി അടിച്ച്. അവൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇത് ബാധിക്കുന്നുണ്ട് തിന്മയുടെ അരൂപം. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. ഞാൻ സാധാരണ എടുക്കുന്നില്ല ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വ്യക്തതയോടെ ഞാൻ ക്ലാസ് അത്യാവശ്യം എടുക്കാൻ ഈശോ പറഞ്ഞത് ഒത്തിരി എടുക്കാൻ ഈശോ ഞാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അല്ല എന്തോ ഇന്ന് ഈശോ ഇത് പറയാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ദേശത്തിന് ഇവിടെ ഒരു വിടുതൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം അച്ഛൻ തുറന്നു പറയുന്നു, ഈ അന്ധകാര ശക്തിയെ നശിപ്പിക്കാൻ നമുക്കാർക്ക് എനിക്കൊന്നും പറ്റില്ല. ആകെ വചനം പറയുന്നത് 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കണ്ടോ, യേശുക്രിസ്തുവിലൂടെ മാത്രം ഈശോയാണ് അവന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നത്. അവനെ നശിപ്പിക്കാനോ അവനെ പുറത്താക്കാനോ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഈശോയുടെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 12:28-29 വചനം പറയും, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവാത്മാവ് കൊണ്ട് ഇത് ബന്ധിക്കാൻ പറ്റും, അല്ലാണ്ട് ഒരിക്കലും പറ്റും. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും ഇത് പുറത്തു പോകില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അലറിക്കൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ ശരീരത്തിൽ നിന്ന്, മക്കളുടെ മനസ്സിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വിട്ടുമ്പോൾ ദൈവാത്മാവ് കൊണ്ട് സത്യം. അത് 1 യോഹന്നാൻ 4:1 പറയും, എല്ലാ ആത്മാക്കളും നിങ്ങൾ വിശ്വസിക്കരുത്. ചിലരുണ്ട് എല്ലാ അത്ഭുതങ്ങളും വിശ്വസിച്ച് പൈശാചിക ബഹിഷ്കരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട്. ആ പൈശാചികത തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ തിരിച്ചറിയാൻ നമുക്ക് ഡിസേൺമെന്റ് വേണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളത് പെട്ടുപോയാലോ അത് അടുത്ത ബന്ധനോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇങ്ങനെ ഒരുപാട് പേരെ അടുത്ത് പോയിട്ട് വരുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒരു പൈശാചികത ബഹിഷ്കരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയൊരു മിറക്കിൾ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. US അമേരിക്ക വെച്ചുണ്ടായ സംഭവം, അമേരിക്കയിലൊരു ഫാമിലിക്കുണ്ടായ അനുഭവം. ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ എൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി വന്നൊരു സംഭവമുണ്ട്. ഈ ഷിക്കാഗോയിൽ, US ഷിക്കാഗോയിലെ കത്തീഡ്രൽ പള്ളിയിൽ. അപ്പം അന്ന് വരുന്ന സംഭവം ഇതാണ്, ഈ അമ്മയുടെ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിരിക്കും. ക്യാൻസർ കൂടിപ്പോയി. എന്നിട്ട് അതിന് ഹീമോ കൊടുത്തു, ഹോസ്പിറ്റലിൽ കിടത്തിക്കുക. ഓരോരോ മാക്സിമം ചികിത്സ ഉണ്ട്. ഹീമോ കൊടുത്തുകൊണ്ട് 10 ദിവസം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഹീമോ കൊടുത്ത ശേഷം 10-12 ദിവസം കഴിയുമ്പോൾ ഈ കൊച്ചിൻ്റെ ബ്ലഡ് കൗണ്ട് നോർമലാകണം. സാധാരണ കുട്ടികൾക്ക് ഒരു 10-12 ദിവസം മതി എന്നാണ് പറയുന്നത്. അവർ പറയുകയാണ് 23 ദിവസം കഴിഞ്ഞിട്ടും ഈ കൊച്ചിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൂടുന്നില്ല. ബ്ലഡ് ക്യാൻസർ പിടിച്ച് കൊച്ചും മരിക്കാൻ പോവുക. കംപ്ലീറ്റ് അബോധാവസ്ഥയിലായി, മരിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഈ അമ്മ എനിക്ക് എഴുതി തന്നിരിക്കുന്ന സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അച്ഛാ ഈ കുഞ്ഞ് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഈ കുഞ്ഞ് മരിക്കുമോ എന്ന് ഞാൻ, ദൈവമേ എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ കുഞ്ഞ് മരിക്കരുത്. അത് മാത്രമായിരുന്നു ഈ അമ്മയുടെ അപ്പൻ്റെയും കണ്ണീരോടുള്ള പ്രാർത്ഥന. എന്നിട്ട് ഇവരെ പറയാണ്, അപ്പോൾ ഈ 23ാമത്തെ ദിവസമായപ്പോൾ ഈ സഹോദരിയുടെ ഒരു ഫ്രണ്ട് ഈ വ്യക്തിക്ക് ഒരു നമ്മുടെ ഈ ഡെലിവറൻസ് ഇവിടെ നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ ഡെലിവറൻസിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുത്തു. അത് മുഴുവൻ ഡെലിവറൻസ് പ്രയർ ബന്ധിച്ചുള്ള പ്രാർത്ഥനയുടെ, ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ആരാധന. ആ ആരാധന ഈ സഹോദരിക്ക് ആരോ ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അത് എടുത്തിട്ട് ഈ മകൾ ചെയ്ത കാര്യം മകൾ പറയാണ്, ഞാൻ എൻ്റെ ഫോണിൽ ഞാനത് ഓണാക്കിയിട്ട് ഈ ഇയർഫോണിൻ്റെ ഒരു ഭാഗം എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിലും ഒരു ഭാഗം എൻ്റെ ചെവിയിലും വെച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ കിടക്കയിൽ ICUയിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. 20 മിനിറ്റത്തെ ഡെലിവറൻസ് പ്രയർ. ഇപ്പോൾ ഈ അമ്മ പറയുകയാണ്, പെട്ടെന്ന് കൊച്ചിൻ്റെ മുഖത്ത് ഭയങ്കരമായൊരു വ്യത്യാസം ഞാൻ കണ്ടു. എന്തെന്നറിഞ്ഞുകൂടെ, പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്ലഡ് എടുത്ത് നോക്കുമ്പോൾ 23 ദിവസം വരെ ബ്ലഡ് കൗണ്ട് ഒരു ശതമാനം പോലും ഉയരാത്തത് ഈ സംഭവത്തിന് ശേഷം ആ രാത്രിയിൽ തന്നെ കുഞ്ഞിൻ്റെ ബ്ലഡ് കൗണ്ട് പൂർണ്ണമായിട്ടും നോർമലായി തീർന്നു. ഹല്ലേലൂയ
അടുത്ത് കേൾക്കണം. ബാക്കി കേൾക്ക്. ഉടനെ ഇവർ ചെയ്ത കാര്യം ബ്ലഡ് എടുത്ത്, ഉടനെ ഡോക്ടർമാർക്ക് അത്ഭുതം തോന്നി, എന്തിത്ര സംഭവിച്ചു. ഉടനെ ബ്ലഡ് എടുത്ത് കൊണ്ടുപോയിട്ട് ഇവർ ചെക്കപ്പ് നടത്തുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ ബ്ലഡിലുള്ള ക്യാൻസർ 1% പോലും കാണാനില്ല. അങ്ങനെ ഒരു ക്യാൻസർ രോഗം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല. കൈകൾ ഉയർത്തി കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. പ്രിയപ്പെട്ട മക്കൾ, സത്യത്തിലാണ് സംഭവിച്ചത്. പൈശാചിക ശക്തികൾ വിട്ടുപോയതാ. ഇന്ന് ഒരുപാട് കുട്ടികളെ ദുഷ്ടാരൂപി പിടിക്കുന്നുണ്ട്. അതിന് കാരണം ഒന്ന് ബ്ലൂ ഫിലിം, മറ്റൊന്ന് ഈ വീഡിയോ ഗെയിം, വേറൊന്ന് ഇങ്ങനെയുള്ള കളികള്, സിനിമകള്. ഇതിനകത്ത് പോയിരിക്കുക. നമ്മളൊക്കെ ഇതെല്ലാം സന്തോഷിക്കുകയാണ്, സുഖിക്കാനും ലോകത്തിൽ ദൈവം തന്നാന്നാണ് പലരും കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മുഴുവൻ നമ്മൾ രോഗിയാക്കും, ബന്ധനത്തിലാക്കും, പിടിച്ച് പൂട്ടും മക്കളെ. 1995 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട് പറഞ്ഞു, ഈ ഒരു ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ, ലോകത്തിൻ്റെ ഫിലിമുകളും പരിപാടികളും ഓഫാക്കണം, മേലിൽ കണ്ടേക്കരുത്. 1995 ഇപ്പം 22-23 വർഷം കഴിഞ്ഞു. ഇത് പിന്നെ ഇന്നേ 23 വർഷത്തോളം ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവവും കണ്ടിട്ടുമില്ല. എനിക്ക് താല്പര്യമില്ല, അവശ്യ താല്പര്യമില്ല. ഞാൻ വാട്സപ്പ് പോലെ ഫേസ്ബുക്ക് ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. കാരണം പറഞ്ഞിട്ട് ഇതൊന്നും ഉപയോഗിച്ചേക്കരുത്, അത് ഞാൻ പോകേണ്ട കാര്യം. അറിയേണ്ട കാര്യം നമ്മൾ അറിഞ്ഞോളൂ, ആ ദൈവം നമുക്ക് അറിവിലൂടെ തന്നോളൂ. ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞു. അല്ല, ഇതിനൊന്നും പോയേക്കരുത്, എന്ത് വന്നാലും പോയേക്കരുത്. കാരണം വെച്ചാൽ അന്ധകാര ശക്തി. പിന്നെ രോഗം എന്ന് പറഞ്ഞാൽ ആശുപത്രി പോയിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ മരുന്ന് മേടിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ദൈവത്തെ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, മൊത്തം ഇന്ന് ലോകം മുഴുവൻ പിശാച് ഇറങ്ങി നന്നായിട്ട് നടക്കുക. പക്ഷെ എല്ലാവരും ബുദ്ധിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് എല്ലാവരും ഓർക്കുന്നത് അത് ശരിയാണെന്ന് കരുതിക്കൊണ്ടും അതില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും. ലോകം വളർന്നുകൊണ്ടിരിക്കുക. ഈ ലോകം അതാണ് ചിന്തിക്കേണ്ടത്. ശ്രമത്തിൽ ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം വളരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വളർന്നിട്ടുണ്ടോ എന്ന് നോക്ക്. ഞാനൊരു ധ്യാനഗുരുവോ ധ്യാനിപ്പിക്കും, ഞാൻ ധ്യാനഗുരുവൊന്നുമല്ല, ഞാൻ അങ്ങനെ ആളുമല്ല. ഞാനൊരു വൈദ്യനെ, കർത്താവിൻ്റെ പുരോഗതി കർത്താവിനെ ഏൽപ്പിച്ചൊരു കർത്താവ് എനിക്ക് തന്നൊരു നിധിയുണ്ട്. ആ നിധിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് തന്നിരിക്കുന്നത്. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ വിളിക്കട്ടെ ഈശോയെ. കരമുയർത്തി വിളിക്കുന്നു. രണ്ട് കരമുയർത്തി ഈശോയെ വിളിക്കുന്നു. രക്ഷപ്പെടാനാവാത്ത കുടും ബന്ധനത്തിൽ കഴിയുന്ന മക്കള്, പൈശാചികരുടെ പീഡ അനുഭവിക്കുന്ന മക്കള്, രോഗികളായ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് അപ്പനമ്മമാരെത്തിയിട്ടുണ്ട്. ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന മക്കള്, സാമ്പത്തിക ഭാരം, കടബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബം, സ്വസ്ഥതയില്ലാത്ത ജീവിതം, ഒറ്റപ്പെട്ട അവസ്ഥ, ആരോരുമില്ലാത്ത അവസ്ഥ, അനാഥത്വം, പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ വേദന,
ചങ്ക് തകർന്ന അവസ്ഥകള്, ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, മക്കളെല്ലാം കരഞ്ഞു വിളിക്കുന്ന കർത്താവേ, ഒറ്റ വിളി വിളിക്കട്ടെ, ഈശോയെ വിളിക്കുന്നു. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ. രണ്ടു കരം കൊടുത്തുക. ഈശോ നമ്മെ ആശീർവദിക്കുന്നു. മക്കളെ ഈശോ ആശീർവദിക്കുന്ന സമയമോ. കൈകൾ ഉയർത്തി ചങ്കുപൊട്ടി ഈശോയെ വിളിച്ചോണം. ഈശോ ആശീർവദിക്കുന്നു. ഈശോ ആശീർവദിക്കുന്നു.